ഭാഗങ്ങളിൽ മയക്കുമരുന്നെത്തിക്കുന്ന വലിയ സംഘത്തിലെ മുഖ്യപ്രതിയെയാണ് കുന്ദമംഗലം പോലീസ് പിടികൂടിയത്. ഡൽഹിയിലെ നോയിഡയിൽ വെച്ചാണ് നൈജീരിയൻ സ്വദേശിയായ ഫ്രാങ്ക് ചിക്സിയ പിടിയിലാവുന്നത്. 4 മൊബൈൽ ഫോണുകൾ, 7 സിം കാർഡുകൾ, 3 ATM കാർഡുകൾ എന്നിവയും പിടിച്ചെടുത്തിട്ടുണ്ട്. താൻ ഫാർമസിസ്റ്റ് ആണെന്നും പഠനാവശ്യത്തിനാണ് രാജ്യത്തേക്ക് എത്തിയതെന്നുമാണ് ഫ്രാങ്ക് ചിക്സിയെ പറയുന്നത്. ഒരു ഫാർമസിസ്റ്റ് ആയിട്ടൊരാളെ ആണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ കുക്കിംഗ് ആയിട്ട് ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ പരിശോധിച്ച് വരികയാണ്. ഡൽഹിയിൽ നോയിഡയിൽ പോയാണ് ഇപ്പോൾ നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ടാൻസാനിയയിൽ, നൈജീരിയയിൽ മറ്റു രാജ്യങ്ങളിലൊക്കെ വന്നിട്ട് ഇവിടെ പഠനം ആവശ്യാർത്ഥം എന്ന് പറഞ്ഞു വരികയും ഇവിടെ മെഴ്സിഡീസ് ബെൻസ് പോലത്തെ കാറുകളിലൊക്കെയാണ് അവരുടെ പഠനാവശ്യാർത്ഥം പോകുന്നതും വരുന്നതൊക്കെ. അപ്പോൾ അവരുടെ താമസിക്കുന്നത് ലക്ഷക്കണക്കിന്, ഒരു മാസം തന്നെ ലക്ഷക്കണക്കിന് രൂപ വാടക കൊടുക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ താമസിക്കുന്നു. അവരുടെ ഇൻകം സോഴ്സ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇൻകമല്ല, ഇവിടുത്തെ ഇത്തരം കച്ചവടങ്ങളുണ്ടാകുന്ന ഇൻകമാണ്. അങ്ങനെ ഇൻകം ഉണ്ടാക്കിയ അവരുടെ അടിത്തറ തകർക്കുക എന്ന രീതി തന്നെയുള്ള ഒരു പരിപാടിയായിട്ട് നമ്മൾ സ്ട്രോങ് ആയിട്ടൊരു ആക്ഷൻ നമ്മൾ പോകുന്നത്. MDMA ഉണ്ടാക്കുന്ന കേന്ദ്രം നോയിഡയിൽ ഉണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം. നിലവിൽ പിടിയിലായ പ്രതികൾ വഴി നിർമ്മാണ കേന്ദ്രത്തിലേക്ക് എത്താനാണ് പോലീസിന്റെ നീക്കം. പണമിടപാടുകളുടെ വിശദാംശങ്ങൾ ശേഖരിച്ചാണ് പ്രതിയിലേക്ക് എത്തിയത്. ഇക്കഴിഞ്ഞ ജനുവരി 21-ന് കാരന്തൂരിലെ സ്വകാര്യ ലോഡ്ജിൽ വെച്ച് 220 ഗ്രാം MDMA-യുമായി 2 പേരെ പിടികൂടിയിരുന്നു. ഇവരെ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് ടാൻസാനിയൻ സ്വദേശികളുടെ പങ്കും വ്യക്തമാവുന്നത്. പിന്നാലെ അന്വേഷണം പഞ്ചാബിലേക്ക് വ്യാപിപ്പിക്കുകയും അവിടെ വെച്ച് ടാൻസാനിയക്കാരായ അത്ക ഹറൂണ, ഡേവിഡ് എൻഡമി എന്നിവരെ പിടികൂടുകയും ചെയ്തിരുന്നു. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് ഏജന്റുമാർ വഴി MDMA എത്തിച്ച് വിൽപ്പന നടത്തുകയാണ് ഇവർ ചെയ്തു വരുന്നത്. ആ വലിയ സംഘത്തിലെ പ്രധാനിയെയാണ് മെഡിക്കൽ കോളേജ് ACP ഉമേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടിച്ചത്. ഫ്രാങ്ക് ചിക്സിയയെ കൂടുതൽ ചോദ്യം ചെയ്ത ശേഷമായിരിക്കും മറ്റു നടപടികളിലേക്ക് കടക്കുക. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.